ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് LP UP സിലബസ് ബേസ്ഡ് ക്ലാസ് കേരള ചരിത്രം, അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ. നമ്മുടെ സിലബസിൽ പറയുന്നത് 3 കലാപങ്ങളെ കുറിച്ചിട്ടാണ്. 1 പഴശ്ശി വിപ്ലവം, 2 വേലുത്തമ്പിയും പാലിയത്തച്ഛനും, 3 കുറിച്യർ കലാപം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പഴശ്ശി വിപ്ലവമാണ്. 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം. ഇതിൽ 1-ാം പഴശ്ശി വിപ്ലവം, 2-ാം പഴശ്ശി വിപ്ലവം എന്നിങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിചയപ്പെടുന്നത് 1-ാം പഴശ്ശി വിപ്ലവം പരിചയപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ 2-ാം പഴശ്ശി വിപ്ലവം നമ്മൾ പഠിക്കുന്നത്. കേരളവർമ്മ പഴശ്ശിരാജ നയിച്ച ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടമാണ് പഴശ്ശി വിപ്ലവം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യകാല വീരപോരാട്ടങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കുന്നു. 1-ാം പഴശ്ശി വിപ്ലവം തുടങ്ങിയത് 1793-ലും അവസാനിച്ചത് 1797-ലുമാണ്. പഴശ്ശി വിപ്ലവം 1793 മുതൽ 1805 വരെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ 1-ാം പഴശ്ശി വിപ്ലവമുണ്ട്, 2-ാം പഴശ്ശി വിപ്ലവമുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് 1-ാം പഴശ്ശി വിപ്ലവമാണ്. അതുകൊണ്ട് തന്നെ 1-ാം പഴശ്ശി വിപ്ലവം തുടങ്ങിയത് 1793 മുതൽ 1797 വരെയാണ് അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം 1-ാം പഴശ്ശി വിപ്ലവം പഠിച്ചതിന് ശേഷം 2-ാം പഴശ്ശി വിപ്ലവത്തിലേക്ക് കടക്കാം കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണങ്ങളാണ്. അതിൽ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടത് എക്സാമിനൊക്കെ ചോദിച്ചു വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യനാണ് കേട്ടോ. പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ അമിത നികുതി പിരിവ്. മറ്റും കാരണങ്ങളാണ്. പക്ഷേ എക്സാമിനൊക്കെ പ്രധാനമായിട്ടും ചോദിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ബ്രിട്ടീഷുകാരുടെ അമിത നികുതി പിരിവ്. രണ്ടാമത്തത് പറയുന്നത് നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടൽ. ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ. നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ. അതുപോലെ തന്നെ കർഷകരുടെ ദുരിതങ്ങൾ, ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം, ഇവയൊക്കെയാണ് പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ. ഇതിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു, ഏതാണ്? ബ്രിട്ടീഷുകാരുടെ അമിത നികുതി പിരിവ്. 1-ാം പഴശ്ശി വിപ്ലവം ഉണ്ടാകാനുള്ള പ്രധാന കാരണമാണ് കേട്ടോ ഇത്, ബ്രിട്ടീഷുകാരുടെ അമിത നികുതി പിരിവ്. അത് പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒന്നതാണ്, കാരണം എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 1-ാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം പറഞ്ഞു. അപ്പോൾ ഈ 1-ാം പഴശ്ശി വിപ്ലവം നടന്നത് എപ്പോഴാണ്? 1793 മുതൽ 1797 വരെയാണ് 1-ാം പഴശ്ശി വിപ്ലവം നടന്നത്. കേരളവർമ്മ പഴശ്ശിരാജ നയിച്ച ബ്രിട്ടീഷുകാർക്കെതിരെയായ പോരാട്ടമാണ് പഴശ്ശി വിപ്ലവം. ഇനി നമുക്ക് പഴശ്ശി രാജാവ് ആരായിരുന്നു എന്ന് നോക്കാം. ആരാണ് പഴശ്ശി രാജാവ്? കേരളവർമ്മ പഴശ്ശി രാജാവ് കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു. കേരള സിംഹം എന്ന പേരിലും അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നികുതി നയങ്ങൾക്കും അധിനിവേശത്തിനുമെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു. പഴശ്ശി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ പഴശ്ശിയുടെ ഒരു പേരാണ്, വിശേഷിപ്പിക്കപ്പെട്ട ഒരു പേരാണ് കേരള സിംഹം. അത് എക്സാമിന് ചോദിച്ചു വരാറുള്ളതാണ്. പഴശ്ശി രാജാവ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കേരള സിംഹം. ഇനിയും വേറെ 2-3 പേരുകളിലും പഴശ്ശി രാജ അറിയപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് വിശദമായി നോക്കാം കേട്ടോ.
പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരീഷ് ചന്ദ്ര പെരുമാളാണ് കേട്ടോ. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് പഴശ്ശിരാജയുടെ പേരുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. പഴശ്ശിരാജയുടെ പേരുകൾ നമ്മളൊന്ന് പറഞ്ഞല്ലോ അല്ലേ. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുരളി ശമ്മൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ആസ്പദമാക്കിയാണ് കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത്. അതാരാണ്? സർദാർ KM പണിക്കർ. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ആസ്പദമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കർ. ആരാണ്? സർദാർ KM പണിക്കർ. അദ്ദേഹം തന്നെയാണ് കേരള സിംഹം എന്ന പേരും വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്ന പേരിലൊക്കെയാണ് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല, പഴശ്ശിയുടെ യുദ്ധഭൂമി ഏതാണ്? പുരളിമല. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ. ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ് പുരളിമല. അതെവിടെയാണ്? കണ്ണൂർ. പഴശ്ശിരാജാവിൻ്റെ പ്രധാന മന്ത്രി ആരാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ ആരാണ്? കൈതേരി അമ്പുനായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം. അതിനെ ഒളിപ്പോര് എന്നും പറയുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം അത് PSC എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഏതാണ്? ഗറില്ല യുദ്ധം. ഗറില്ല യുദ്ധം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. പഴശ്ശിരാജയുടെ ഗറില്ല യുദ്ധം അത് ഒളിപ്പോർ എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമര നായകനായിരുന്ന കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ ഗറില്ല യുദ്ധം അഥവാ ഒളിപ്പോർ എന്ന യുദ്ധതന്ത്രമാണ് സ്വീകരിച്ചത്. വലിയ സൈന്യവും ആധുനിക ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക പ്രയാസമായതിനാലാണ് അദ്ദേഹം ഈ തന്ത്രം സ്വീകരിച്ചത്. ഗറില്ല യുദ്ധത്തിൽ ശത്രുവിനെ നേരിട്ട് അഭിമുഖീകരിക്കാതെ കാടുകളും മലനിരകളും ഇടുങ്ങിയ വഴികളും പ്രയോജനപ്പെടുത്തി ഒളിഞ്ഞിരുന്ന് അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും തുടർന്ന് വേഗത്തിൽ പിൻവാങ്ങുകയും ചെയ്യുന്നു. ഇതിനെ ഹിറ്റ് ആൻഡ് റൺ യുദ്ധരീതി എന്നും വിളിക്കുന്നു. വയനാട്ടിലെ വനപ്രദേശങ്ങൾ പഴശ്ശിരാജയ്ക്ക് വലിയ സഹായകമായിരുന്നു. കുറിച്യരുടെയും കുറുമരുടെയും പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചു. സേന നായകനായ എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു എന്നിവർ ഈ പോരാട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് കേട്ടോ. ശത്രുവിൻ്റെ ഭക്ഷണ വിതരണവും ആശയവിനിമയവും തടസ്സപ്പെടുത്തിയും അവർ ബ്രിട്ടീഷ് സൈന്യത്തെ ദുർബലമാക്കി. ഇങ്ങനെ ഗറില്ല യുദ്ധത്തിലൂടെ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്ക് ഏറെ നാളോളം ശക്തമായ വെല്ലുവിളി ഉയർത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗറില്ല യുദ്ധ നായകരിൽ ഒരാളായി പഴശ്ശിരാജയെ ഇന്നും ഓർക്കപ്പെടുന്നു.
ഇനി നമുക്ക് ഒളിപ്പോരിൻ്റെ അർത്ഥങ്ങൾ നോക്കട്ടോ. ഒളിപ്പോർ ഗറില്ല യുദ്ധത്തിൻ്റെ മറ്റൊരു പേരാണ് ഒളിപ്പോർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണിത് അല്ലേ. അപ്പോൾ ഈ ഒളിപ്പോരിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് നോക്കാം. ഒളിപ്പോര് എന്നത് ഗറില്ല യുദ്ധം മലയാളത്തിൽ സാധാരണ പറയുന്ന ഒരു വാക്കാണ് കേട്ടോ. നമ്മൾ ഒളിച്ചിക്കുക എന്നൊക്കെ പറയില്ല, ഒളിച്ചെന്ന് കാട്ടുക എന്നൊക്കെ പറയില്ല, അതേപോലെ. അപ്പോൾ ഒളിപ്പോരിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. ശത്രുവിൻ്റെ കണ്ണിൽ പെടാതെ ഒളിഞ്ഞിരിക്കുക, അനുയോജ്യമായ സമയത്ത് പെട്ടെന്ന് ആക്രമിക്കുക, ആക്രമണത്തിന് ശേഷം ഉടൻ സുരക്ഷിത സ്ഥാനത്തേക്ക് പിൻവാങ്ങുക, കാടുകൾ, മലകൾ, ഇടുങ്ങിയ വഴികൾ എന്നിവ പ്രയോജനപ്പെടുത്തുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒളിഞ്ഞിരുന്ന് ശത്രുവിനെ അപ്രതീക്ഷിതമായി ആക്രമിച്ച് ഉടൻ പിൻവാങ്ങുന്ന യുദ്ധരീതിയാണ് ഗറില്ല യുദ്ധം എന്ന് പറയുന്നത്. കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ വയനാട്ടിലെ കാടുകളും മലനിരകളും ഉപയോഗിച്ച് ഗറില്ല യുദ്ധം നടത്തി. അദ്ദേഹത്തിന് എടച്ചേന കുങ്കൻ നായരും തലക്കൽ ചന്തും എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോരാളികളും കുറിച്യരും കുറുമരും വലിയ പിന്തുണ നൽകി ഈ പഴശ്ശിരാജയുടെ ഗറില്ല യുദ്ധത്തിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ഗറില്ല യുദ്ധത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഇതൊന്നും ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ടൊരു ചോദ്യം പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം, അതിൻ്റെ മറ്റൊരു പേര് ഒളിപ്പോര്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. കാടുകൾ, മലകൾ, ഇടുങ്ങിയ വഴികൾ എന്നിവ യുദ്ധത്തിന് ഉപയോഗിക്കുന്നു. ശത്രുവിനെ നേരിട്ട് വലിയ യുദ്ധത്തിൽ നേരിടാതെ ചെറിയ സംഘങ്ങളായി ആക്രമിക്കുന്നു. അപ്രതീക്ഷിത ആക്രമണം നടത്തി ഉടൻ പിൻവാങ്ങുന്നു. പ്രദേശത്തെ ഭൂമിശാസ്ത്രം നന്നായി അറിയുന്നവർക്കാണ് ഈ രീതി കൂടുതൽ ഫലപ്രദം. നമ്മൾ അറിയാത്ത നാട്ടിൽ പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്കറിയുന്ന രീതി, അറിയുന്ന സ്ഥലത്തിലാകുമ്പോൾ നമുക്ക് എവിടെയൊക്കെ പോയി എന്തൊക്കെ കാട്ടി നമുക്ക് അറിയാൻ കഴിയും. മേലൊക്കെ പോകാം, മേലൊക്കെ രക്ഷപ്പെടാം എന്നുള്ളതൊക്കെ നമുക്കറിയൂലേ. ശത്രുവിൻ്റെ ഭക്ഷണ വിതരണം, ആയുധ വിതരണം, ആശയവിനിമയം എന്നിവ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഇതൊക്കെയാണ് ഗറില്ല യുദ്ധത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഇവിടെ PSCക്ക് നമ്മൾ പഠിക്കേണ്ടതാണ്. PSCയുടെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം, അതിനെ ഒളിപ്പോര് എന്ന പേരിലും അറിയപ്പെടുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം എപ്പോഴാണ്? 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടമാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധിയോടുകൂടി മലബാർ കൊച്ചി പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നു. ബ്രിട്ടീഷുകാർ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അപ്പോഴാണ് ഈ ഒന്നാം പഴശ്ശി വിപ്ലവം തുടങ്ങാനുണ്ടായ കാരണം അല്ലേ. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്ക് ബ്രിട്ടീഷുകാർക്ക് ഇടനിലക്കാരനായിട്ട് നിന്നതാരാണ്? ചിറക്കൽ രാജാവ്. 1797 1797 നമ്മൾ ഈ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നത്.